തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കിരൺ പ്രഭാകർ, അവളെ ഞാൻ വെറുതെ വിടില്ല. എമിലി, നീ എവിടാ? നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാൻ അടിമറ്റത്ത് പള്ളി വരെ ഒന്ന് പോയി. അടിമറ്റത്തോ? അവിടെ തന്നെ പോയതെന്താ? അവിടുത്തെ അച്ഛനെ കുറിച്ച് കേട്ടിരുന്നു. അച്ഛനെ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി പോയതാ. ആളെ കണ്ടു, പരിചയപ്പെട്ടു. ഗബ്രി, ACP ഓഫീസിലേക്കൊന്ന് വരാമോ? അവിടെ എന്തിനാ പോകുന്നേ? ഒരു അത്യാവശ്യ കാര്യം നടത്താനുണ്ട്. എനിക്ക് ACP അത്ര പരിചയമില്ല. നിനക്കാവുമ്പോ ആളെ നല്ല പരിചയമുണ്ടല്ലോ. ACP പരിചയമുണ്ട്. നിനക്ക് ACP ഓഫീസിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ടോ? എങ്കിൽ ഞാൻ കൂടെ വരാം. നീ അങ്ങോട്ട് പോകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ, താങ്ക് യു. കിരൺ, അവളുടെ ജാട ഇന്നത്തോടെ ഞാൻ ഇല്ലാതാക്കും. അവൾ എന്നോടാ മുട്ടിയിരിക്കുന്നത്. ഡോക്ടർ എമിലി റൊസാരിയോ ആരാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. കുടിക്കണ്ട അണ്ണൻ, കുടിക്ക. ഇതും കൂടി അകത്താക്കി അണ്ണന്റെ എല്ലാ വിഷമവും മാറും. എന്റെ മുത്തശ്ശനെ നീ വീട്ടുകാർ തല്ലും അല്ലടാ. അവളെ ഞാൻ തീർക്കോളാം. അണ്ണ, എന്താണ് ഇത്? ഞാൻ എന്ത് ചെയ്തു? എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവള് ആ സൂര്യമംഗലത്തെ പെണ്ണ് വൃന്ദ, അതാണ് അവളുടെ പേര്. അവള് കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. അവളുടെ മുത്തച്ഛന്റെ മേത്ത് കൈവച്ചതിനാണല്ലോ അവള് ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വന്നത്. അതെ അണ്ണാ, അവള് തന്നെയാ അണ്ണനെ അടിക്കാൻ ആളെ കൂട്ടിക്കൊണ്ട് വന്നത്. അണ്ണന്റെ കൈയൊടിച്ച് അവളെ വെറുതെ വിടരുത്. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ തീർത്തു തരാം. അവളെ പിടിച്ചോണ്ടിരാൻ പോയ നിന്നെ മരത്തിന്ന് കെട്ടയിച്ചിറക്കേണ്ട ഗതികേടായിരുന്നടാ എനിക്ക്. നീ കുറെ ഒലത്തും നോക്കാൻ പോണു. അവളെ കൈ കിട്ടിക്കഴിഞ്ഞാലേ രുദ്രൻ ആരാണെന്ന് ഞാൻ അവളെ മനസ്സിലാക്കി കൊടുക്കും. അവളോട് പ്രതികാരം ചെയ്യാൻ കഴിയാതെ വന്നാ ഞാൻ രുദ്രനല്ലടാ, എന്റെ പേര് ഞാൻ മാറ്റും. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാ പോരാണോ? ഞാൻ വിടടാ, എനിക്കവളെ വേണം. ജീവിതം ഞാൻ നശിപ്പിക്കും. അവളെ തകർക്കാതെ എനിക്ക് വിശ്രമമില്ലടാ. അവളെ ഞാൻ കൊല്ലൂടാ. ഞാൻ വൃദ്ധല്ല, ഈശാനാണ്. സൂര്യമംഗലത്തെ വൃന്ദ, നിന്റെ കഷ്ടകാലം തുടങ്ങിയടി. രുദ്രൻ ഇപ്പൊ ഏതവസ്ഥയിലാണോ എന്തോ. അടുത്ത കയ്യോ ആരെങ്കിലും തല്ലിയൊടിച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ആ, കണ്ടു നോക്കാം. നമ്മുടെ കാര്യം നടക്കണ്ടേ. രുദ്രണ്ണ, നിങ്ങളാ വാ.
നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നശിച്ചോണ്ടിരുന്ന ആരവിനെ എങ്ങനെ പിടികൂടും? 5 സുന്ദരികളെ അണ്ണൻ എങ്ങനെ അടിച്ചൊതുക്കും? അതിനണ്ണന് അധിക സമയമൊന്നും ആവശ്യമില്ല. അണ്ണൻ ഒരു ബുൾഡോസർ കയറ്റിയാ പിന്നെ ഈ 5 സുന്ദരികൾ ബാക്കി ഉണ്ടാവില്ല. എന്നിട്ടെന്താ ഇതുവരെ ചെയ്യാത്തത്? കൊച്ചു പിള്ളേരല്ലേ, അവിടെ ഞാൻ വെറുതെ എവിടെ നിന്ന്. അതാ അണ്ണന്റെ നിലയ്ക്കൊത്തവരുമായിട്ടേ മുട്ടാറുള്ളൂ. മനസ്സിലായ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അണ്ണ പറയുമ്പോ ഞെട്ടരുത്. ഞങ്ങൾ ആരവിനെ കണ്ടു. ആരവനെ? അതെ, അവൻ തന്നെ. 5 സുന്ദരികൾക്കൊപ്പ ഞങ്ങൾ അവനെ കണ്ടത്. എന്നിട്ടെന്താ നിങ്ങൾ ആ സ്പോട്ടിൽ എന്നെ വിളിച്ചറിയിക്കാൻ? ഞാൻ അറിയിച്ചിട്ട് എന്ത് കാര്യം? ഇതല്ലേ അണ്ണന്റെ കണ്ടീഷൻ. അതുകൊണ്ടാ ഞങ്ങൾ ഈ കാര്യം പോലീസിനെ അറിയിച്ചേ. പോലീസ് അവനെ പിടിച്ചാ? ഞങ്ങൾ അവനെ കണ്ട കാര്യം പറഞ്ഞിട്ട് പോലീസിന് വിശ്വാസം വരുന്നില്ല. അതിന് തെളിവുണ്ടോന്നാ പോലീസ് ചോദിച്ചത്. ഒരു ഫോട്ടോ എടുത്തത് ആ സമയത്ത് തന്നെ ഡിലീറ്റ് ആവുകയും ചെയ്തു. അണ്ണാ, പോലീസ് ആരവിനെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അണ്ണൻ എന്നെ അടിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ എന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ആരവനെ 5 സുന്ദരികളുടെ കൂടെ കണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ ആരവൻ നിങ്ങളുടെ ആ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. അവനവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ട്. 5 സുന്ദരികൾക്കൊപ്പം നിങ്ങൾ അവനെ കണ്ടെങ്കിൽ അവൻ താമസിക്കുന്നവർക്കൊപ്പം തന്നെ ആയിരിക്കണം. ഹോസ്റ്റലിനകത്ത് ഞങ്ങൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. അവനെ മറ്റാരെങ്കിലും കണ്ടതായിട്ട് അറിയേയില്ല. ഞങ്ങളുടെ വാർഡനോട് അതേപ്പറ്റി സംസാരിച്ചപ്പോ അവരും 5 സുന്ദരികളുടെ പക്ഷത്ത് നിന്നാ സംസാരിക്കുന്നത്. ഇതൊക്കെ ആരെങ്ങനെ വിശ്വസിക്കും? 5 സുന്ദരികൾ ആരവനെ സംരക്ഷിക്കുന്നുണ്ട്, അതൊരു സത്യം തന്നെയാ. അണ്ണാ, പോലീസ് ആരവിനെ സഹായിക്കുന്നുണ്ട്, അതും സത്യം തന്നെയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവ എവിടെ ഒളിച്ചിരുന്നാലും അവനെ പുകച്ച് പുറത്തേടിക്കണമല്ലോ. അവനെ പുറത്ത് ചാടിക്കാം. രുദ്രണ്ണൻ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തന്നാ അത് നടക്കും. ആരവിനെയും 5 സുന്ദരികളെയും ഒരുമിച്ച് പൊക്കണം. അതാണല്ലോ നമ്മൾ ഇരു കൂട്ടുകാരുടെ ആവശ്യം. അല്ല, എന്ത് സഹായമാണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടപ്പാക്കാനാ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ്? പറയാം.